ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി കൂന്തൽ കൊണ്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. ഇന്ന് നമുക്ക് 3 തരം മീനുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കൂന്തലാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മീനൊക്കെ നന്നാക്കി തരുന്നത് ഇതാ മക്കളാണ്. അവർക്ക് അറിയുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മീൻ നന്നാക്കി തരുന്നുണ്ട്. ഇതാ പുറത്ത് വെച്ചിട്ടാണ് മീനൊക്കെ നന്നാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി കൂന്തൽ റെസിപ്പിയിലേക്ക് കടക്കാം. അത് നമ്മൾ പാത്രം വയ്ക്കുന്നു. അത് ചൂടായതിനു ശേഷം ഓയിൽ ഉപയോഗിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ചീന്തിയിടുക. പിന്നെ 2 അല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ 2 സവാളയാണ് കേട്ടോ അതിലേക്ക് എടുത്തത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. നീളത്തിൽ അരിഞ്ഞ സവാള കൂടി ചേർത്ത് കൊടുക്കുക. അത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മസാല ഒന്ന് നമ്മൾ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതാ ഈ രീതിയിൽ മിക്സ് ചെയ്താൽ മതി. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്കൊരു കറുവപ്പട്ടേൻ്റെ കഷ്ണം കൂടെ ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മസാല വേകുന്നത് വരെ വയ്ക്കുക. ഇനി അതിന് ശേഷം തുറന്ന് നോക്കാം. ഈ രീതിയിൽ നല്ല തിളച്ച് ഇനി നമ്മൾ കഴുകി വെച്ച കൂന്തൾ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കൂന്തൽ വേവുന്നത് വരെ അടച്ച് വയ്ക്കാം. ഇപ്പോൾ കൂന്തൽ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഈ രീതിയിൽ നല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് ഇതാ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടോടെ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള കൂന്തൽ ഡിഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.